വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ ഗ്രേറ്റ് ഓർമ്മയിൽ നിന്ന് തിരിച്ച് വേറെ ഡെസ്റ്റിനേഷനായ ലിൻഡിനോ പിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടാണ് ഗ്രേറ്റ് ഓർമ്മയിൽ നമ്മൾ ഇറങ്ങി വരുന്നത്. അപ്പം നമ്മൾ വീക്കെൻഡാണ് അമ്മവും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഗ്രേറ്റ് ഓർമ്മയിൽ നിന്ന് ലിൻഡിനോ പിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയാസാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്സം അല്ലെങ്കിൽ വെയിൽസ്, ഗ്രേറ്റ് ഓർമ്മ, ലിൻഡിനോ പിയർ എല്ലാ ഒരു ഭൂപ്രദേശങ്ങളും വളരെ വ്യത്യസ്തമായിട്ടാണ് ശരിക്കും ഉള്ളത്. നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ അവിടെ നിർമ്മിച്ചിരുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ വെതറാണ്. വെതർ എന്ന് പറയുമ്പോൾ അവിടുത്തെ വെതറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്നോ ഉണ്ടാകുന്ന സമയത്ത് അത് റിമൂവ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. അങ്ങനെ നമ്മൾ ലിൻഡിനോ പിയറിൻ്റെ അടുത്തേക്ക് എത്താൻ പോവുകയാണ്. അവിടുത്തെ ടൗൺസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അവിടുത്തെ ടൗൺസിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഒരു 4-5 ഫ്ലോർ ഉള്ളത്. ബാക്കിയെല്ലാം ചെറിയ ചെറിയ ബിൽഡിങ്സ് മാത്രമാണ്. ഭയങ്കര നമ്മൾ ലണ്ടൻ പോലെ അല്ലെങ്കിൽ ബ്രിമിംഗം പോലെയുള്ള ലിവർപൂള് ആ സ്ഥലങ്ങളിലൊക്കെയാണ് വലിയ കൂറ്റനായിട്ടുള്ള ബിൽഡിങ്സ് കാണാൻ സാധിക്കുന്നത്. അങ്ങതാ ലിൻഡിനോ പിയറിൻ്റെ ഒരു ഭാഗം നമ്മൾ കാണുന്നത്. കാർ പാർക്കിങ്ങിന് വേണ്ടി കുറേ മുന്നോട്ട് ഓടിച്ചതാണ്. അവിടെ നിന്ന് വളക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പതിയെ എല്ലാവരും കൂടെ നടക്കാൻ തുടങ്ങി. ഞാൻ, ആമ, ആപ്പ, ഇമ്രാൻ, സംറി, റയാൻ, സൽമ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻസാണ്. അപ്പോൾ അവരുമായിട്ടാണ് ഞാൻ ഈ ഒരു വീക്കെൻഡ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ ആമാനോടും അപ്പാനോടും വളരെ നന്ദിയുണ്ട്. അതായത് നമ്മൾ പിന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് UK എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയത് അവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി താങ്ക്സ് ഒക്കെ പറയണ്ടേ. അതെല്ലാം വലിയ ഫോർമാലിറ്റീസ് ആണോ ചോദിച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തോന്നുന്നു. അപ്പം ബേസിക്കലി നമ്മൾ ഇപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രീസിലെല്ലാം പോയി അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ലിൻഡിനോ പിയറിൽ ആകാശത്തൊട്ടിലുണ്ട്. ആകാശത്തൊട്ടിൽ നമ്മളെ നാട്ടിലും ഉണ്ട്, ലിൻഡിനോ പിയറിലും ഉണ്ട്, പിന്നെ അതുപോലെ ലണ്ടനിലും ഉണ്ട്. കുറേ ആകാശത്തൊട്ടുകളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടാണ് ഓരോ ആൾക്കാരും നടന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ലിൻഡിനോ പിയറിൽ സ്പീഡ് ബോട്ടും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഷോപ്പിംഗ് സ്ട്രീറ്റും അതുപോലെ ഫുഡ് സ്ട്രീറ്റും അതുപോലെ നമുക്ക് ജസ്റ്റ് അവിടെ ഇരുന്ന് റിലാക്സ് ആവാനുള്ള ഒരു സ്പേസും എല്ലാം കൂടിയിട്ട് ടൂറിസ്റ്റിന് പോകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥലമായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും റെക്സം വെയിൽസ് ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ടതാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ലിൻഡിനോ പിയർ. പിന്നെ സ്പീഡ് ബോട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ അതും ചെയ്യാം. അമ്മാവും അപ്പവും കൈയെല്ലാം പിടിച്ച് നടക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തണുപ്പാണ്. പക്ഷെ അവിടുത്തെ നാഷൻസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. പിന്നെ കുട്ടികൾ ജമ്പിങ് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ചെറിയ ഒരു 4-5 വയസ്സുള്ള കുട്ടികൾ ഇത്ര മനോഹരമായിട്ടാണ് അവർ സന്തോഷത്തോടെ ഇളം പുഞ്ചിരിയോടുകൂടി അവർ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എവിടെ പോയാലും കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൂറിസ്റ്റ് പ്ലേസിലായാലും നിർബന്ധമായിട്ടും ഒരു പോർഷൻസ് അവരുതാണ്. അപ്പോൾ നല്ല ഭംഗിയോടുകൂടിയാണ് ആ മക്കൾ ചെയ്യുന്നത്. അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു കുറച്ചും കൂടി ബെസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മളവിടെ കാണുന്നത്. അതുമാത്രമല്ല ലിൻഡിനോ പിയറിൻ്റെ ഒരു ഓവർ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ശരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. കാണുമ്പം തന്നെ നല്ല ഭംഗിയാണ്. ഇതിലെ ഒരു പാലത്തിന് കുറച്ച് അകലെ വരെ നടന്നിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ഇതാണ് ലിൻഡിനോ പിയറിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ വളരെ മനോഹരമായിട്ടാണ് ശരിക്കും അവർ പടർന്നിരിക്കുന്നത്. ഓരോരോ പിന്നെ ബിൽഡിംഗ് ആയാലും ഓരോരോ സാധനങ്ങളായാലും വളരെ വ്യത്യസ്തമായ രീതിയിൽ അവിടുത്തെ കാലാവസ്ഥയും
അനുസരിച്ചും കാറ്റും മഞ്ഞും അതുപോലെ എല്ലാം അനുസരിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എൻഡിനോ പിയറിൽ നിന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. കുട്ടികളൊക്കെ വിശക്കാൻ തുടങ്ങിയെന്ന് പറയുകയാണ്. കാരണം നമ്മൾ രാവിലെ കഴിച്ച് ഈ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വീഡിയോയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ തന്നെയാണ് മോസ്റ്റ്ലി അവിടെ ഡിലേ ആക്കിയ പേഴ്സൺ. സ്വാഭാവികമായിട്ട് എനിക്കും വിശക്കാൻ തുടങ്ങി. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഫുഡ് കൊണ്ടുപോയി കഴിക്കാറുണ്ട്, പക്ഷെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നില്ല. അത് വളരെ എക്സൈറ്റിംഗ് അല്ലേ? നമ്മൾ ഒരുപാട് വീഡിയോസിലും വ്ളോഗ്സിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഞാനിതാ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി ഫൈസലാപ്പാവും സംറീനും റയാനും സൽമാനും എല്ലാം സെറ്റ് ചെയ്യുന്നു, ടേബിൾ സെറ്റ് ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. കാരണം ശരിക്കൊരു എക്സൈറ്റ്മെൻറ്റാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ എന്താണ് ഇവിടുത്തെ ഒരു ഫീലിങ്സും ശരിക്കും ഞാൻ ആ ലിൻഡിനോ പിയറിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഹാപ്പിനെസ് വന്നതെന്ന് വെച്ചാൽ ഈ ഫുഡ് മേക്കിംഗ് ആണ്. അതെന്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇതുവരായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. റോഡ് സൈഡിൽ നിന്ന് നമുക്ക് റോഡ് സൈഡ് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് സൈഡിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. എമ്മയമ്മക്ക് ഇരിക്കാൻ വേണ്ടി ഫൈസലാപ്പ അവിടെ ഒരു ചെയറൊക്കെ ഇരിക്കുന്നത്. എമ്മയമ്മ രാജാവന്നെ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വേണം ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത്? ബർഗർ പാറ്റി വേണം, ബ്രെഡ് വേണം, മയോണീസ് വേണം, ഗ്യാസ്. അതിൻ്റെ ഇടയ്ക്ക് സൽമാനെ കാണുന്നുണ്ട്. സൽമാൻ പിന്നെ ഇത് ബോൾ എടുത്തിട്ട് കളിക്കേണ്ട ഒരു ഇതിലാണ് സൽമാനുള്ളത്. അപ്പം റയാന് മൈഗ്രെയിനായിട്ട് ഭയങ്കര തലവേദന ആയതുകൊണ്ട് അവളെ ഫേസൊക്കെ വിയേർഡായിട്ടുള്ളത്. അപ്പോൾ സൽമാനും ആപ്പാവും കൂടിയിട്ട് ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ്. എന്ത് രസമാണല്ലോ റോഡ് പോകുന്ന. നമ്മളെല്ലാം ആഗ്രഹിക്കും റോഡ് സൈഡിൽ നമുക്ക് ഫുട്ബോൾ കളിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇമ്രാനും സംറയും കൂടിയിട്ടാണ് മേക്കിംഗ്. 2 കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 കാർ അടുപ്പിച്ചിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തതൊക്കെ അവരാണ്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതിന് നമ്മളിപ്പം ഈ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുക്കിങ്ങിൻ്റെ ഗ്യാസാണ് ഉള്ളത്. ഇത് നമ്മൾ പല വീഡിയോസിൽ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തായിരുന്നു. എനിക്ക് നമ്മൾ കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം പാറ്റി എന്ന് പറഞ്ഞാൽ അതായത് സെമി കുക്ക്ഡ് ആയിട്ടുള്ള പാറ്റിയാണ് വാങ്ങിയത്. അപ്പോൾ സെമി കുക്കഡ് ആയിട്ടുള്ള പാറ്റി വാങ്ങിയാലുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെ ഇമ്രാനാണ് ഇതിൻ്റെ ബർഗറിൻ്റെ ഡ്യൂട്ടി. എനിക്ക് തോന്നുന്നു ഇമ്രാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്രാൻ ഭയങ്കര ബർഗർ മേക്കിങ്ങിൻ്റെ ആളാണ്. ഇമ്രാൻ്റെ കാലാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പാറ്റി കഴിച്ചാലോ ഗായ്സ്? ബർഗർ കഴിച്ചാലോ ഗായ്സ്? നോക്കാമല്ലേ? ഇമ്രാൻ മറിച്ചിടുന്നതൊക്കെ നോക്കി പ്രൊഫഷണലായ രീതിയിൽ ഇമ്രാൻ മറിച്ചിടുന്നത് പാറ്റി. ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ ഒക്കെ ഹായൊന്നും വെക്കണ്ട, ചെയ്തോ. എന്താണ് തീരുമാനമായിട്ടില്ലേ? ആപ്പാവും സൽമാനും ഇവിടെ ഫുട്ബോൾ കളിക്കുകയാണ്. എന്താ രസം. നമ്മൾക്ക് റോട്ടുമന്ന് ഈ ഒരു സൈഡിൽ നിന്ന് മാത്രമേ ഇങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ. അപ്പുറം മെയിൻ റോഡാണ്, അവിടെ നിന്ന് കളിക്കാൻ പറ്റൂല. കഴിച്ചോ? എങ്ങനെയുണ്ട്? അതെയാ? എന്ത് ബർഗറാണ്? ഓക്കേ. My stomach is kind of getting full now, and it's really tasty. I'm really enjoying this. Okay, good. അപ്പോൾ ചായ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. വളരെ പ്രൊഫഷണലായിട്ടാണ് അപ്പോൾ ചായ മേക്ക് ചെയ്യുന്നത്. ശരിക്കും ആ ഒരു ക്ലൈമറ്റിൽ ചായയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു രസമാണ് കാണാൻ വേണ്ടിയിട്ട് തന്നെ. അങ്ങനെ നമ്മൾ 7 പേരുണ്ട്. 7 പേർക്കുള്ള ഗ്ലാസ്സിൽ ആപ്പ ഷെയർ ചെയ്ത് വെക്കുകയാണ് കാണുന്നത്.
നമ്മളെല്ലാവരാണെങ്കിൽ രണ്ട് ബർഗർ തിന്നിട്ട് ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയണ്ടേ, നമ്മളെല്ലാവരും ഇങ്ങനെ അപ്പോൾ ചായ ഉണ്ടാക്കുന്ന നോക്കി പിള്ളേർ സംറിയും ഇമ്രാനും സൽമാനൊക്കെ അങ്ങ് പോയി കളിക്കുകയാണ്. അപ്പോൾ ഞാനും ആമാം സൈഡിൽ തന്നെ ഉണ്ട് ചാടിക്കാൻ. കുട്ടികളെല്ലാം വന്നു ചായ കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്താണ് നല്ല ഹാപ്പിയായി ശരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം. ഇപ്പോൾ റിയലി മിസ്സിങ്. ഇപ്പോൾ നമ്മൾ ചില പോർഷൻസൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തല്ലേ ഡബ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആലോചിക്കും വളരെ മിസ്സിങ്. ചായ കുടിക്കുന്നത് എടുക്കണം. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കാൻ. പിന്നെ പാത്രങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യൽ പേപ്പേഴ്സ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഞാനും ചായ കുടിക്കുന്നത് കണ്ടോ, ഞാനും നല്ല രീതിയിൽ ചായ കുറച്ച് കുടിച്ച് ബാക്കി ഞാൻ ഇമ്രാന് കൊടുത്ത്. ഇമ്രാന് 1 അല്ല 2 അല്ല 3 ചായ. ഇമ്രാനെ പിടിച്ചേ. ഹലാലല്ലാന്ന് ആര് റയാൻ പറയുന്നത് ഹലാലല്ലാന്ന്. അപ്പം ജസ്റ്റ് ചിയേഴ്സ് ആക്കിയതല്ലേ ഉള്ളൂ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ പറഞ്ഞു. അപ്പം ക്ലീനിങ് സെക്ഷനിലാണ് നല്ല ഗൗരവത്തോടു കൂടിയാണ് അപ്പം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ചെയ്യുന്നത്. അങ്ങനെ ബൈ ഗായ്സ്, ഇന്നത്തെ പോർഷൻസ് അവസാനിച്ചിരിക്കുന്നു. അടിപൊളിയായിരിക്കുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ വളരെ എക്സൈറ്റ്മെൻറ്റിലൊരു യാത്രയായിരുന്നു ഇന്നത്തെ.